ഞാൻ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം. പക്ഷേ കറി ഉണ്ടാക്കുന്നതിലല്ല പ്രാധാന്യം. ഇപ്പം ഞാൻ ഓസോൺ ചെയ്യാൻ പോകണം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു വന്ന് ചിക്കൻ ഞാൻ വെറുതെ കഴുകി റെഡിയാക്കിയിട്ടാണ്. ഇതിൽ എന്തൊക്കെ അഴുക്കുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ അതാണ് എൻ്റെ ഓസോൺ ജനറേറ്റർ. ഓക്കെ, ഞാനിപ്പോൾ ഓസോൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാണിച്ചു തരാം. ഇതിലാണ് നമ്മുടെ ഓസോൺ എയർ ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പോസ് ചെയ്ത് വയ്ക്കാം. ഇത് കണ്ടോ, ഇത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനമായി പൊങ്ങിയെന്നൊക്കെ കണ്ടോ. ഇതിൽ എത്രമാത്രം അഴുക്കണമെന്ന് നോക്കി കണ്ടോ. നമ്മളിതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ ഇപ്പം മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ചിക്കനിൽ നിന്ന് ഇറങ്ങിയ സാധനങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഓസോൺ ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. ഇനി ഞാൻ ഇതിനകത്ത് അഴുക്കെടുത്ത് കാണിച്ചു തരാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു പ്ലേറ്റ് എടുത്ത് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ഇതൊന്നും കഴിക്കാൻ കൊള്ളില്ല സാധനങ്ങളാണ്. ഇനി വേറെ ഇത് കാണിച്ചു തരാം. നമ്മൾ ഓസോൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഇറച്ചിയുടെ ഒരു ഭംഗിയുണ്ടോ കണ്ടോ. ഇത്ര വൃത്തിയായിരിക്കും നോക്കി. ഓരോ കഷ്ണമുണ്ട്, ഇത്ര വൃത്തിയായ പീസസ് നോക്കണ്ട. യാതൊരു അഴുക്കുമില്ല, നല്ല ഫ്രഷ്, ഒരഴുക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ഇറച്ചിയിൽ നിന്നും മീനിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും എല്ലാം കളയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പരീക്ഷണം എടുത്ത് നമ്മുടെ ഏലക്കായ ചെയ്താലും അതിനകത്ത് നമുക്കിതുപോലെ സാധനങ്ങളെല്ലാം പുറത്തെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു.